ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ചെടികളൊക്കെ ഒതുക്കി വെച്ചത്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്കൊരു ഫിഷ് ടാങ്ക് പോലെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും സീതാപ്പഴം ഉണ്ട് കേട്ടോ. സീതാപ്പഴം കൊണ്ടു വന്നപ്പോൾ അത് കഴിക്കട്ടെ ഞങ്ങൾ രണ്ടാളും പാടെ. അപ്പോൾ പിന്നെ ചിരലൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം തന്നെ ഞാൻ ഈ ചിരൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായി കഴുകിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഫുള്ളും കലങ്ങും. അപ്പോൾ അതൊന്ന് അടിയിൽ ഒന്ന് പൊപ്പാക്കി ലെവൽ ചെയ്ത് കൊടുത്തു കേട്ടോ. ആദ്യം ഞാൻ പിന്നെ ഒരു ടൈലിൻ്റെ അടിയിലാണ് കേട്ടോ ഈ പാത്രം വെച്ചിട്ടുള്ളത്. ടൈലിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കവർ വെച്ചിട്ട് പിന്നെയാണ് ഈ പാത്രം വെച്ചിട്ടുള്ളത്. മരക്കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് പിന്നെ കുറേ വെള്ളാരം കല്ലുകളും ഒന്ന് അതിൽ കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കളറായിട്ട് നമ്മുടെ അടുത്ത് ആദ്യം മീനുള്ളപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളാരം കല്ലുകൾ. അങ്ങനെ നിറച്ചും ചുറ്റും വെള്ളാരം കല്ലുകൾ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം ചെളി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പാറപ്പൊടി കേട്ടോ ഞാൻ ഇട്ടത്. പാറപ്പൊടിയാണെങ്കിലും അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിലും വെള്ളം കലങ്ങില്ലേ. അപ്പോൾ അങ്ങനെ ചെടി പ്ലാന്റ് വെക്കാമല്ലോ അതിൻ്റെ ഉള്ളിൽ എന്ന് വിചാരിച്ചിട്ട് നന്നായി കഴുകിയിട്ട് അങ്ങനെ വൃത്തിയാക്കി കേട്ടോ ഞാൻ ചെയ്തത്. അങ്ങനത്തെ 2 ബോട്ടിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 സൈഡായിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തു. അങ്ങനെ 2 സൈഡിലും ബോട്ടിലുകൾ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ആദ്യം വേറെ ചെടിയാണ് കേട്ടോ അതിൽ വെച്ചത്. എന്നിട്ട് പിന്നെ അത് ആ ഒരു ചെടി തന്നെ 2ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിലോട്ട് ഒരു ഇല വെച്ചിട്ട് വെള്ളം കലങ്ങാതെ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതൊരു പാലം പോലെ സെറ്റാക്കിയതാണ് കേട്ടോ ടൈൽസിൻ്റെ. പിന്നെ 2 ഗപ്പികളാണ് കേട്ടോ നമ്മളിന്ന് വാങ്ങിയത്. നമ്മളിൽ നിറയെ ഗപ്പികളുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ചത്തുപോയി കേട്ടോ. അപ്പം നമ്മൾ ഇപ്രാവശ്യം 2 വാങ്ങിയുള്ളൂ ആദ്യം. എന്നിട്ട് കവറോടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അത് രണ്ടും അതിക്ക് തന്നെ ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഒന്ന് ടെമ്പറേച്ചർ വെള്ളം സെറ്റാകാൻ വേണ്ടിയിട്ട് ആദ്യം കവറോടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് 2 അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 അതിൻ്റെ ഉള്ളിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരാളെയും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ എല്ലാം ചത്തുപോയി. പക്ഷേ ആകെ ലാസ്റ്റ് 1 ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അപ്പോൾ ലാസ്റ്റ് ആയി വരുമ്പോൾ ഒരു കുളം പോലെ തന്നെ, ചെടികളുടെ ഇടയിലൊരു കുളം പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത്. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.